ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അക്കൗണ്ടൻസിയുടെ ഒരു ബേസിക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളറിയാം CSEBയുടെ അക്കൗണ്ടൻസി എന്നുള്ളൊരു ഏരിയ 20 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ബേസ്, അതായത് കഴിഞ്ഞൊരു എക്സാമിന് ബേസ് ലെവലിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസ് ലെവൽ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് ലെവലായ ക്ലാസ്സുകൾ എടുത്ത് പോകുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് പോവാം. ആ ലെവലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവൻറ്റ്. എന്താണ് എക്കണോമിക് ഇവൻറ്റ് എന്നും നോൺ എക്കണോമിക് ഇവൻറ്റ് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ? ഒന്നാമത്തത് എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇക്കണോമിക് ഇവൻ്റ് ആണ്. എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഇവൻറ്റ് നോക്കിയേ, is an activity of providing, making, buying or selling commodities or services by people to satisfy day-to-day needs of life. Any activity that include manufacturing, distributing or utilizing product or service. അല്ലേ, അതായത് ഇത്തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാൻ പ്രധാനമായിട്ടും എന്താണ് ആക്ടിവിറ്റീസ് ഓഫ് പ്രൊവൈഡിങ്, മേക്കിംഗ് ഓർ ബൈയിങ് ഓർ സെല്ലിങ് അല്ലേ. കുറച്ച് എണ്ണമായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രൊവൈഡിങ്, മേക്കിംഗ് ആണ്, അല്ലെങ്കിൽ ബൈയിങ് ഓർ സെല്ലിംഗ് ആണ്. ഇത് കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ സർവീസ്. ആര്? ബൈ പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ട്? സാറ്റിസ്ഫൈ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലേ, ഡേ ടു ഡേ നീഡ്സ് ഓഫ് ലൈഫ് അല്ലേ. അതായത് നമ്മൾ ഡേ ടു ഡേ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ കമ്മോഡിറ്റീസോ അല്ലെങ്കിൽ സർവീസോ ബൈയോ സെല്ലിങ്ങോ മേക്കിങ്ങോ ഒക്കെ ചെയ്യുന്നു. ഇത് പ്രധാനമായിട്ട് ഏതായിരിക്കും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്? ഇവിടെ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എക്കണോമിക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻകം അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഇൻകം പോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൂചിപ്പിക്കാൻ പറ്റും. എക്കണോമിക് ആക്ടിവിറ്റി വെച്ചാൽ പ്രധാനമായിട്ടൊരു പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം വരിക. അതായത് നമ്മൾ ഡേ ടു ഡേ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ പരസ്പരം തമ്മിൽ കമ്മോഡിറ്റിയോ സർവീസോ ബൈയിങ്ങോ സെല്ലിങ്ങോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ എന്ത് പറയുന്നത് മക്കളെ? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ഏതൊക്കെയായിരിക്കാം? ഒന്നുകിൽ മാനുഫാക്ചറിങ് ആയിരിക്കാം, ഡിസ്ട്രിബ്യൂട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂട്ടിലൈസിങ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ആയിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം വരിക. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എന്താ നോൺ എക്കണോമിക് ആക്ടിവിറ്റി? is an activity performed with the purpose of rendering service to others without any consideration to financial gain അല്ലേ. ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഗെയിനും കാണാതെ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് സർവീസുകൾ റെൻഡർ ചെയ്യുന്നതിനാണ് പ്രധാനമായിട്ടും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കും. ഇവിടെ പ്രധാനമായിട്ട് അവിടെ എന്തായിരിക്കും വരിക? സർവീസ് ആയിരിക്കും വരിക അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റീസ് പൈസ, അതായത് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് അതിന് വേണ്ടിയിട്ടല്ല, എന്താണ്? സർവീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. ഇതിന് വേണ്ടിയിട്ടാണ്, സർവീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ എന്ത് വരിക? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് അവിടെ വരുന്നത് അല്ലേ. ഓക്കെ, നോക്കാം. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 3 ബ്രാഞ്ചുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, രണ്ടാമതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്, പിന്നെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമുക്ക് എന്താണ് ഇത് മൂന്നും നമുക്ക് നോക്കാം. ഇത് മൂന്നും നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നോക്കുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അസിസ്റ്റ് കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് എ മെഷർ ഓഫ് ഓർഗനൈസേഷണൽ സക്സസ് ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് അല്ലേ. ഇവിടം വരെ നോക്കാം. നമുക്ക് എന്താണ് പറയുന്നത്? പ്രധാനമായിട്ടും ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ അതൊരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് അല്ലേ. ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ട്, അതായത് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട് അത് എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രസൻറ്റേഷനിലൂടെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾക്ക് എത്രത്തോളം ഇപ്പോൾ നമ്മളെ കയ്യിൽ ഫിനാൻസ് ഉണ്ട്, നമ്മൾ എത്രത്തോളം സ്റ്റേബിളാണ്, അതായത് ഫിനാൻഷ്യലി നമ്മൾ എത്രത്തോളം സ്റ്റേബിളാണ്, നമ്മൾക്കിപ്പോൾ ലാഭമാണോ നഷ്ടമാണോ, നമ്മളെ മാർക്കറ്റിൽ നമ്മളെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് റിലേറ്റ് ടു ദ പാസ്റ്റ് പീരീഡ് സർവീസ് ആൻഡ് സ്റ്റുവേർഡ്ഷിപ്പ് ഫങ്ഷൻ
and is monetary in nature. It is primarily concerned with the provision of financial information to all stakeholders. അല്ലേ, അവിടെ എന്ത് ചെയ്യണം, അവിടെ നമ്മളെ ബിസിനസ്സിൻ്റെ അകത്തുള്ള നമുക്ക് മാത്രം പോരാ, അതായത് ഇൻറ്റേർണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ് വേണം, നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവർക്കും വേണം. അവർക്കൊക്കെ നമ്മളുടെ ബിസിനസ് എത്രത്തോളം മുന്നിലാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയാം, ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ആലോചിക്കണം. ഗവൺമെൻറ്റിനാണെങ്കിൽ അവർക്ക് ടാക്സുമായി ബന്ധപ്പെട്ട അല്ലാണ്ട് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം അല്ലേ. ഒരു മാനേജ്മെൻറ്റ്, അതായത് നമ്മളെ ഇൻറ്റേർണൽ മാനേജർ ആണെങ്കിൽ, മാനേജറോ എം ഡി ഒക്കെ ആണെങ്കിൽ നമ്മളെ കമ്പനി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇപ്പോൾ ഓക്കെ ആണെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ഡെറ്റേഴ്സ് ആയിക്കോട്ടെ, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ അല്ലേ, സപ്ലയേഴ്സ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ നമ്മളെ കമ്പനിയെ പറ്റി അറിയണം. എന്തിനാണ് അറിയുന്നത്, അവരവരുടേതായ ഫംഗ്ഷൻ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അതിനും കൂടി വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സമയത്ത് ചെലവുകളെയാണ് പ്രധാനമായിട്ടും പറയാം അല്ലേ, ചെലവുകളെയാണ് പറയാം. എങ്ങനെയാണ് അത് പ്രധാനമായിട്ടും പറയാം നോക്കിയേ. ഇറ്റ് അസിസ്റ്റ് ഇൻ എന്താണ്, അനാലിസിസ് ഓഫ് the expenditure for ascertaining the cost of various product manufactured or service rendered by the firm ആൻഡ് ഫിക്സേഷൻ ഓഫ് പ്രൈസ് thereof അല്ലേ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, കുറേ ദൂരത്തു നിന്നാണ് വാങ്ങുന്നത് വെച്ചാൽ ഒരു മെഷീനറി, അപ്പോൾ ആ മെഷീനറി ദൂരത്തുനിന്ന് വാങ്ങി നമ്മളെ കമ്പനിയിലേക്ക് കൊണ്ടുവരാനുള്ള ചിലവ്, ട്രാൻസ്പോർട്ടേഷൻ ചിലവ്, അതേപോലെ അവിടുന്ന് ലോഡിങ് ആൻഡ് അൺലോഡിങ് ആയിട്ട് ചിലവ്, ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ള ചിലവ്, ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം ചിലപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ട് ആയിട്ടുള്ള ചില ലേബേഴ്സ് ആവശ്യമുണ്ടാവും, അവരുടെ ചിലവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു മെഷീനറി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു അസറ്റ് വാങ്ങി നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വന്ന ചിലവുകളാണ്. അത്തരത്തിലുള്ള സർവീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് മാനുഫാക്ചറിങ് ആയിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള ചിലവുകളെയും കൂടി അവിടെ എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. അത്തരത്തിൽ ചിലവുകളെയും കൂടെ കണക്കാക്കി നമ്മൾ ഓരോന്നിനും എത്രത്തോളം ചിലവുകൾ വരും, ആ ചിലവുകൾ കുറയ്ക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു അക്കൗണ്ടിങ് ആണ് പ്രധാനമായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വരുന്നത്. നോക്കിയേ, ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ദ കോസ്റ്റ് ആൻഡ് പ്രൊവൈഡിങ് നെസസറി കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് മുഖാന്തരം നമുക്ക് കോസ്റ്റ്, അതായത് നമുക്ക് വരുന്ന ചിലവുകളെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഈ ഒരു ചിലവുകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലേ, ഈ ചിലവുകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും കൂടി എന്തിൽ സഹായിക്കുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും സഹായിക്കുന്നുണ്ട്. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയും, അല്ലെങ്കിൽ മാനേജീരിയൽ അക്കൗണ്ടിങ് എന്നും പറയാം. എന്താ, ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് നെസസറി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു പീപ്പിൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ ടു എനേബിൾ ദം ഇൻ ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ബിസിനസ് ഓപ്പറേഷൻ അല്ലേ. ഇവിടെ ഒറ്റ വാക്കാണ്, എന്താ ഒറ്റ വാക്ക് പറയുന്നത്, ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ്, പീപ്പിൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ അല്ലേ. അതായത് ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേരിയസ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസ് അല്ലേ. അതായത് ഒരു കമ്പനിയുടെ അകത്തളങ്ങളിൽ ഉണ്ടാവുന്ന വിവിധ തരങ്ങളായിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസിനെ, ബിസിനസ് ഓപ്പറേഷൻസിനെ, ഇത്തരത്തിലുള്ള ബിസിനസ് ഓപ്പറേഷൻസിനെയൊക്കെ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടും അവർക്ക് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കിയേ, management accounting draws the relevant information mainly from financial accounting and cost accounting, which help the management in budgeting and assessing profitability, taking pricing decision, capital expenditure decision and so on അല്ലേ. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് കിട്ടുന്നതും കോസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നതുമായ ഡാറ്റകളൊക്കെ അവരെന്ത് ചെയ്യുന്നു, കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്കിനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി പുതിയൊരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് നിർമ്മിക്കണം, അതൊരു പ്ലാനിങ് വേണം, ആ പ്ലാനിങ് പ്രകാരമാണോ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയണം അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് തയ്യാറാക്കുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് തിങ് ആണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഒന്നാമതെന്താ, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ, എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടും പ്രോഫിറ്റ് ആണോ
അല്ലെങ്കിൽ എന്താണ് ലോസ് ആണോ എന്ന കാര്യം കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ദെൻ അടുത്തെന്താണ് ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മളുമായി ബന്ധപ്പെട്ടുള്ള വേരിയസ് യൂസേഴ്സിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അവിടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതാണ് പ്രധാനമായിട്ടും വരുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമുക്കറിയാം നമ്മളെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത്തവണ നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ CSEB ഇറക്കിയിട്ടുണ്ട്. ഇത്തവണ 250-ലധികം ഒഴിവുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ 250-നുള്ളിൽ നമ്മളുടെ പേര് നമുക്ക് കാണാൻ സാധിക്കണം. അതിന് നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ആദ്യമായിട്ട് പഠിക്കാൻ പുറപ്പെടുന്നവരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് CCയിൽ നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനറോ അല്ലെങ്കിൽ എക്സ്പേർട്ടോ ഏത് ലെവലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം. അപ്പോൾ ഞങ്ങളെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ CSEBയുടെ. അപ്പോൾ ഈ CSEBയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾ അറിയാനും, ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും, ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ എന്തുകൂടി ഉണ്ട്, നമുക്കൊരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് എന്ന രീതിയിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി വരുന്ന ക്ലാസ്സിലെ മറ്റുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലേ, ഇനി നമുക്ക് ഒരുപാട് വിഷയങ്ങൾ അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്, ബേസുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. താങ്ക്